ഈ ഇൻഡിഗോ ഫ്ലൈറ്റിന്റെ വിഷയത്തിൽ കനത്ത പിഴ ചുമത്തും, സിഇഒയെ പുറത്താക്കും, എന്തല്ലേ ശരിക്ക്. ഞാൻ ആലോചിച്ചത് ഈ നമ്മൾ സാധാരണ ടെർമിനലിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എന്നൊക്കെ പറയുന്നത്. അതിന് പകരം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ആൾക്കാർക്ക് കിട്ടിയ ഒരു മെസ്സേജ് എന്തായിരിക്കും? യുവർ ഫ്ലൈറ്റ് ഹാസ് ബീൻ ക്യാൻസൽഡ്. ഭയങ്കര ആങ്സൈറ്റിയിൽ യാത്രക്ക് ആ ടൈം ഷെഡ്യൂൾ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണല്ലോ. കുറെ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തവരുണ്ടാവും, പല മീറ്റിങ്ങുകളിൽ പോകേണ്ടവർ, പല ഫാമിലി പ്രോഗ്രാം അറ്റൻഡ് ചെയ്യേണ്ടവർ, ആയിരക്കണക്കിന് ആൾക്കാരാണല്ലോ. 1000 ഫ്ലൈറ്റ്സ് ആണ് ക്യാൻസൽ ചെയ്തത്. 1000 ഫ്ലൈറ്റാണ് ക്യാൻസൽ ചെയ്തത്. പിന്നെ ഇന്നലെ 800 ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഇത് എന്താണല്ലേ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ശരിക്ക്? അതായത് ഒരു മാർക്കറ്റില് ഒരു മൊണോപ്പൊളി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രത്തോളം അതിന്റെ ഔട്ടേജ് ആളുകളെ ബാധിക്കും എന്നുള്ളതിന്റെ ഒരു റൈറ്റ് എക്സാമ്പിൾ ആണ്. അതെ അതെ. അതായത് ഏകദേശം 64% മാർക്കറ്റ് ഷെയർ ഇപ്പൊ ഹോൾഡ് ചെയ്യുന്ന ഒരു എയർലൈൻസ് ആണ് ഇൻഡിഗോ എയർലൈൻസ്. ശരിക്കും ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒക്കെ ഉണ്ടായിരിക്കെ ഒരു 40% മുകളിലേക്ക് മാർക്കറ്റിലൊരു മാർക്കറ്റ് ഷെയർ ഒരു പ്ലെയർ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിക്കും മോണിറ്റർ ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. പക്ഷെ അവരുടെ മോണോപ്പൊളി അല്ലെങ്കിൽ എയർ ഇന്ത്യയും കൂടെ കൂട്ടി പറയുകയാണെങ്കിൽ ഡുവോപ്പൊളിയാണ് ശരിക്കും. കോമ്പറ്റീഷൻ ഉണ്ടാവേണ്ട സ്ഥാനത്ത് ഈ മൊണോപ്പൊളിയോ അല്ലെങ്കിൽ ഡുവോപ്പൊളിയോ ഉണ്ടാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം നേരിട്ട് ജനങ്ങൾക്ക് പിന്നെ അനുഭവപ്പെട്ട ഒരു സാഹചര്യമാണ്. ഈ ഒരു പ്രോബ്ലം ആന്റിസിപ്പേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടില്ല. അതെ, നേരത്തെ 20 months നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, എന്നിട്ടും അത് ഒരു പ്രോആക്റ്റീവ് ഡിസിഷൻ അവർക്ക് എടുക്കാൻ പറ്റിയില്ല. അതേപോലെ ഈ ഹയറിംഗിലെ നിങ്ങളെപ്പോഴും പറയാനുള്ള ഹയറിംഗിലെ അവരുടെ സ്ട്രാറ്റജി, പൈലറ്റ് ഷോർട്ടേജ് അവർക്ക് നേരത്തെ അറിയാം ഉണ്ടാവുമെന്നറിയാം. പക്ഷെ ഒരു കൃത്യമായ ഷെഡ്യൂൾ തയ്യാറാക്കുമ്പോൾ പോലും, ഫ്ലൈറ്റിന്റെ ഈ ഷെഡ്യൂൾ തയ്യാറാക്കുമ്പോൾ പോലും പൈലറ്റ്സിനെ അസൈൻ ചെയ്യേണ്ടടുത്ത് പൈലറ്റ്സിന്റെ ഷോർട്ടേജ് ഉള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ദേ ഡിഡ്ന്റ് ടേക്ക് എ പ്രോആക്റ്റീവ് മെഷർ, അല്ലെ? അവര് നേരത്തെ ഒരു മെഷർ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ റയാൻ എയർലൈൻസിന് അതേ സെയിം പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോ അവര് നേരത്തെ അത് മുൻകൂട്ടി കണ്ടിട്ട് 1000-ഓളം പൈലറ്റ്സിനെ പ്രീ ഹയർ ചെയ്തു. ഇൻഡിഗോ ശരിക്കും ഒരു കാർട്ടൽ ലൈക്ക് ഹയറിംഗ് അവർ ഫ്രീസ് ചെയ്ത് വെച്ചതാണ് പൈലറ്റ്സിനെങ്കിൽ ഇവർ നേരെ ഓപ്പോസിറ്റ് ഇതിനെ ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് 1000-ഓളം പൈലറ്റ്സിനെ നേരത്തെ ഹയർ ചെയ്തു. പെട്ടെന്ന് തന്നെ റീഫണ്ടിന്റെ കാര്യങ്ങൾ അനൗൺസ് ചെയ്തു. റീബുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി പെട്ടെന്ന്. ഞാൻ ആ സമയത്ത് റെയനെയർ ട്രാവൽ ചെയ്ത ഒരാളാണ്. കാരണം ബജറ്റ് ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഇഷ്ട എയർലൈൻസ് ആണ് ശരിക്കും റെയനെയർ. അവർക്ക് അവരുടെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് തന്നെ അവരുടെ ട്രാവൽ ഫെയർ വളരെ കുറവാണെങ്കിലും പിന്നെ മറ്റുള്ള കാര്യം റീബുക്കിംഗ് ഫീസ്, ഫ്ലൈറ്റ് ചേഞ്ച് ഫീസ്, ഇതൊക്കെ വളരെ ഹൈ ആണ്. അത് കംപ്ലീറ്റ് അവർ വേവ് ചെയ്ത് കൊടുത്തു. ഇതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ അത്തരം ഒരു ഇമ്മീഡിയറ്റ് മാനേജ്മെന്റ് സൈഡിൽ നിന്നുള്ള ഒരു റെസ്പോൺസ് കസ്റ്റമേഴ്സിന് കിട്ടാത്തതുകൊണ്ട് കൂടിയാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ എയർപോർട്ടിൽ ഉണ്ടായിരുന്ന ആ ഫ്രസ്ട്രേഷൻ എന്നൊക്കെ നമ്മൾ കാണേണ്ടി വന്നു. ഭയങ്കര ഫ്രസ്ട്രേഷൻ ആണ്. ഇത്രയും ആൾക്കാര് ശബ്ദം ഉണ്ടാക്കുക. സത്യത്തില് ഇൻഡിഗോ പോലെയുള്ള ഒരു ബ്രാൻഡിന് ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു ഡിസ്റപ്ഷൻ സംഭവമായി മാറിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു എഞ്ചിനീയർഡ് മൊണോപ്പൊളി തന്നെ ശരിക്കും അതിനെ വിളിക്കേണ്ടത്. സാധാരണ മൊണോപ്പൊളി തന്നെക്കാളും, അതായത് ജെറ്റ് എയർവേസിന്റെ കൊളാപ്സോട് കൂടെ ഉണ്ടായ ഒരു വാക്വം, ആ ഒരു പിന്നെ എന്താ പറയാ പ്രൈം സ്പോട്ട് കൊടുത്തത് എന്താ പറയാ കോമ്പറ്റീറ്റേഴ്സിന് കൊടുക്കുന്നതിന് പകരം അതുകൂടെ ഇൻഡിഗോ എടുക്കുകയാണ്, കൈയടക്കുകയാണ് ചെയ്തത്. പിന്നെ നിങ്ങൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഇവരുടെ നമ്മൾ ഈ മാനേജറിയൽ ഡിസിഷന്റെ ഭാഗമായിട്ട് വേണ്ട ഒരു 10-20% ബഫറിങ് എല്ലാ കാര്യത്തിലും ഇല്ലാത്ത, എന്താ പറയാ, ഏതായാലും ഒരു റിസ്ക്, ഒരു പ്രോബ്ലം വരുന്നതിനെ നേരത്തെ ആന്റിസിപ്പേറ്റ് ചെയ്യാനും, അത് ഇനി എത്ര ചെറിയ ബിസിനസ് ആണെങ്കിലും ആ പ്രോബ്ലം വരുന്നതിനെ നേരത്തെ കണ്ട് മനസ്സിലാക്കി ഐഡന്റിഫൈ ചെയ്ത് ആന്റിസിപ്പേറ്റ് ചെയ്ത് അതിന് കൃത്യമായ ഒരു പ്രൊആക്റ്റീവ് മെഷേഴ്സ് എടുത്തിട്ടില്ലെങ്കിൽ എത്ര വലിയ കമ്പനി ആണെങ്കിലും സഡൻ അത് ഇത്ര വലിയൊരു ഡിസ്റപ്ഷനിലേക്ക് പോകുന്നുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ കൂടിയാണ് ഇൻഡിഗോ. അല്ല, ഈ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവും, അതേസമയം അതിനെ ഒരു കംബാക്ക് വേണമല്ലോ. ഒരു ബ്രാൻഡിന്റെ ട്രസ്റ്റ് റീഗെയിൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നതും കൂടി ഇമ്പോർട്ടന്റ് ആണ്. ഈ എൽബസിന്റെ ഈ അവരുടെ സിഇഒയുടെ അപ്പോളജി നോട്ടൊക്കെ വളരെ വൈകിയാ വന്നത്. മാത്രമല്ല, ഈ ഒരു വലിയൊരു ക്രൈസിസിലേക്ക് പോകാനുള്ള ഒരു മെയിൻ കാരണം കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഹയറിംഗ് ഫ്രീസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ. അവര് അപ്രോപ്രിയേറ്റ് നമ്പേഴ്സ് ഓഫ് പൈലറ്റ്സിന് അവർ എടുത്തിട്ടില്ല. അവര് ആവശ്യത്തിന് അവിടെ ഹ്യൂമൻ റിസോഴ്സ് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല. അത് ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്തു, പക്ഷെ ഫില്ല് ചെയ്തിട്ടില്ല. ആ പ്രോപ്പർ പിന്നെ ഹയറിംഗ് പ്രോസസ്സിലൂടെ അവർ കടന്നുപോയിട്ടുമില്ല. പൈലറ്റ് ഷോർട്ടേജ് വന്നു, പ്രോബ്ലം വന്നപ്പോൾ അവർക്ക് ഒരു നിലക്കും മാനേജ് ചെയ്യാൻ പറ്റാതെ. അപ്പം HR
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഹയറിംഗ് പ്രോസസ്സിലേക്ക് പോകുക എന്നുള്ളത്. അതെ 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 അതുകൂടിയാണ് ഈ ഒരു പ്രോബ്ലത്തിലേക്ക് എത്തിച്ചത് ശരിക്കും.